ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത് ശ്രീ ആകാശ്. അതായത് ഈ കേസുമായി കെ രാമചന്ദ്രൻ നായരുടെ മകന് നിയമനം നൽകുക വഴി സ്വന്തം നിയമനം നഷ്ടപ്പെട്ട ആളാണ് ആകാശ്. ആകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആകാശ്, ഈ സുപ്രീം കോടതിയുടെ വിധി താങ്കളെ തീർച്ചയായും സന്തോഷിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? വളരെ സ്വാഗതാർഹമായ ഒരു വിധി തന്നെയാണ്. കാരണം നമ്മുടെ കേരളം ഇങ്ങനെ ഒരു കീഴ്വഴക്കം വന്നു കഴിഞ്ഞാൽ ഭാവിയിലും അത് ഒരുപാട് യുവജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെതിരെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിലൊരു നല്ല വിധി കിട്ടി എന്ന് പറയുന്നത് തികച്ചും സന്തോഷകരമായ ഒരു കാര്യമാണ്. ആകാശിന് ഉടനെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ? കാരണം ആകാശിന് ലഭിക്കേണ്ടിയിരുന്ന ജോലിയാണ് ആശ്രിത നിയമനം വഴി നഷ്ടപ്പെട്ടു പോയത്. അപ്പോ ഇത്രയും കാലത്തിന്റെ ഇതിനനുകൂലമായ ഒരു വിധി നേരത്തെ തന്നെ ട്രൈബ്യൂണലിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നു. അതിനും ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അപ്പൊ ആ കേസ് ഇപ്പോ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പൊതു താല്പര്യ ഹർജിയായിട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസിന്റെ വിധിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിന്റെ വിധി, ഈ വിധിയുടെ പകർപ്പ് വെച്ചിട്ട് വേണം എനിക്കിനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. താങ്കൾക്കപ്പോൾ ഈ ഹൈക്കോടതിയിൽ പ്രകാശ് ജോലി ചെയ്തിരുന്ന അത്രയും കാലത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടി താങ്കൾക്ക് ജോലിയും അതിനുള്ള നടപടികളും ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ജോലിയുടെ അപേക്ഷ ഞാൻ കൊടുത്തത് 2013 അപ്പൊ ഒന്ന് കാലഘട്ടം ഒന്ന് കണക്കൂട്ടി നോക്കാം. 2013 മുതൽ ഇന്നിപ്പോ 25 ആവാൻ പോകുന്നു അല്ലെ. 12 വർഷത്തോളം ഈ ജോലിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. എന്റെ റാങ്ക് ലിസ്റ്റ് വന്ന ഒരു പക്ഷേ 17-18 പക്ഷെ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം മുതൽ നമ്മൾ ഈ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെ. അതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്ന ഒരു 10 വർഷത്തോളം നമ്മൾ ഇതിനു വേണ്ടി പുറകെ നടന്നിട്ടുണ്ട്. അപ്പോ കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രിബ്യൂണലിൽ നിന്നും കൂടി അനുകൂലമായ വിധി നേരത്തെ ലഭിച്ചിരുന്നു. ആ കേസാണ് ഹൈക്കോടതിയിലുള്ളത് അല്ലേ, നേരത്തെ സൂചിപ്പിച്ചത്? അതെ 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 അതെ. അതിന് എപ്പോഴാണ് കേസ് പരിഗണിക്കുന്നത്? ഉടനെ ആ കേസ് പരിഗണിക്കുന്നുണ്ടോ? ഉടനെ തന്നെയുണ്ട്. അടുത്ത ആഴ്ചയ്ക്കാണ് അത് വെച്ചിരുന്നത്. അപ്പൊ അതിനിടയിലാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിധി വന്നിരിക്കുന്നത്. രാഷ്ട്രീയമായി ഇപ്പോ ആകാശിന് ജോലി ലഭിച്ച് വന്നാൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക അത്തരത്തിൽ തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അത് നമുക്ക് നോക്കാം. എന്തായാലും കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു അനുകൂലമായ വിധിയാണല്ലോ. നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നു. ശരി ആകാശ്, വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്.